ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിത് ചെയ്തത്. അതായത് ഒരു 150 പേർക്കുള്ള പാലപ്പത്തിനുള്ള ചിക്കൻ സ്റ്റൂ. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ചെയ്തതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അടുക്കളയിലൊക്കെ കാണിക്കുന്ന ആ രീതിക്ക്. പക്ഷേ ഇത് കൊടുത്തു വിടാനുള്ളതാണ്. പള്ളിയിൽ ഈ നോയമ്പ് ഉറപ്പിരിക്കുന്ന വേണ്ടിയിട്ടുള്ളതാണ് ഈ ചിക്കൻ സ്റ്റൂ. ആ സമയം കളയാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ ചിക്കൻ സ്റ്റൂ ചെയ്തെന്ന് നോക്കാം. അപ്പോൾ കോഴി ഇങ്ങനെ വെട്ടി ഒരു ബക്കറ്റ് അതിന് തന്നതാണ് എന്ന് ചെറിയ പീസ് വെട്ടി തരാനാണ് പറഞ്ഞത്. ഇനി ഇതുപോലൊക്കെയാണ് വെട്ടി തന്നെ. കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു 13 കോഴി എടുത്തിട്ടുണ്ട്. കറിക്കാകുമ്പോൾ നമുക്കറിയാമല്ലോ ചെറിയ പീസൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ 1-2 കഷ്ണം ഇച്ചിരി ചാറൊക്കെ ആയിട്ടാണ് ഇത് വിളമ്പുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ബാ, ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ഇപ്പം ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം വാരാനിട്ട് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 300-310 പീസുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇപ്പോൾ സവോള തൊട്ട് കിടക്കുകയാണ് പണി. ഇപ്പം എല്ലാം പടപടാന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ സവോളയൊക്കെ ഇവിടുന്ന് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യമേ എടുക്കേണ്ട ഒരു സാധനം തേങ്ങ. ഇത് ഇച്ചിരി തിരണ്ടി എടുക്കുന്നുണ്ട്. ഒരു 5-8 തേങ്ങയുണ്ട്. ഈ തേങ്ങ ഒന്ന് നല്ലപോലെ തിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുക്കാനുള്ളതാണ്. ആദ്യം ഇതൊന്ന് കൊടുക്കട്ടെ അതൊട്ട്. അല്ല, ഞാൻ എപ്പം തിരണ്ടി തീർക്കാറ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. എല്ലാം ഉടനെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യത്തിലുള്ള പച്ചക്കറിയൊക്കെ എടുക്കണം. അതിന് സ്റ്റൂറാകുമ്പോഴത്തേക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചേർക്കും. അതിനകത്ത് കിഴങ്ങ്, ക്യാരറ്റും ഒക്കെ അതിനകത്ത് ചേർക്കും. അങ്ങനെയാണ് ആ സ്റ്റൂ ഉണ്ടാകുന്നത്. സവാള തോലിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് പാലപ്പത്തിനാണുള്ളത്. കാരം നല്ലപോലെ വേണം പാലപ്പത്തിന്. അപ്പോൾ അതുപോലെ വേണം അത് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ സവോള ഏകദേശം ഒരു 8 കിലോ സവോളയുണ്ട്. അപ്പോൾ ആ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പാചകം ചെയ്യുന്ന കാര്യമായി ഇപ്പം നമുക്ക് എന്താണെന്നറിയോ, ഒന്നാമത് ഇവിടെ വേറെ അടുപ്പ് കത്തിക്കാൻ പറ്റിയത് അതിനുള്ള സൗകര്യമില്ല. പിന്നെ ഗ്യാസ് തന്നെ വേണം. നമ്മുടെ ഗ്യാസ് ഇല്ല. വീട്ടിലാണ് ഗ്യാസിന് ആകപ്പാടെ പരിമിതം. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, കാര്യം ഇത് ചെയ്യണമെങ്കിൽ ഗ്യാസ് എവിടുന്നേലും വേണം. അപ്പം കൊണ്ട് തന്നവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് പേടിക്കണ്ട, അവരുടെ ഒരു അരക്കുറ്റി ഗ്യാസോളം ഇരിപ്പുണ്ട്. ആ ഗ്യാസ് കൂട്ടാണ് ഇത് പാചകം ചെയ്തത് കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു. അടുത്തായിട്ട് ഇങ്ങനെ തക്കാളിയൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം. തക്കാളി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ചിക്കൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. കുറച്ച് സാധനം കൂടെ അരിയാനുണ്ട്. പിള്ളേർ അവിടെ നിന്ന് അരിയാണ്. പിന്നെ വേറെ ആരുണ്ട്, ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിച്ചിനും വെച്ചിനും ഒക്കെ കഴിയും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. ഈ ചിക്കൻ സ്റ്റൂ ചെയ്യുന്ന ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്തത് നമ്മളായിട്ടുള്ള രീതിയിലാട്ടോ. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു ചെമ്പം കൊണ്ട് വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് മസാല, ഏലക്കായും ഗ്രാമ്പും കറുവയും ഇച്ചിരി പെരുംജീരകമൊക്കെ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ മുറിച്ച് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒരു 400 ഗ്രാം വെച്ചുണ്ട്. നമുക്ക് കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും ഇത് നമുക്ക് ഈ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാര്യം സവോള പെട്ടെന്ന് തന്നെ ഒന്ന് പാടി കിട്ടാൻ വേണ്ടിയാണ്. ഈ ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കും. കൂട്ടത്തിൽ
ആ തക്കാളിയും കൂടെ അങ്ങിട്ടേക്കാം. കുറച്ച് കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സവോളയും ഈ സാധനമെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടേക്കണം. എന്തിനാണെന്നറിയാം, നല്ലപോലെ കുതിർന്നതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കാൻ. ഇത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൊക്കില്ലേ, അതായത് ഇതിൻ്റെ പുറത്തെ തൊലിയും മറ്റു കാര്യങ്ങളൊക്കെ വെള്ളത്തിന് മുകളിലോട്ട് പൊങ്ങി വരും. ആ സമയത്ത് അതം കളഞ്ഞേക്കണം, കാരണം അത് വേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടതേ ഇങ്ങനെ നമ്മൾ നേരിട്ട് കഴുകുമ്പോഴത്തേക്കും ഇതൊരു പക്ഷേ നിങ്ങൾ വീട്ടിലായാലും ശകലം ബന്ധം ചെയ്യുമ്പോഴത്തേക്കും ഇത് ശ്രദ്ധിക്കണം. ഇതേപോലെ പൊങ്ങി കിടക്കുന്ന എല്ലാം ഊറ്റി കളഞ്ഞേക്കണം. അപ്പം നല്ലപോലെ കുതിരുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ അരച്ചോണ്ട് വരട്ടെ. 1 കിലോ കിഴക്കും 1 കിലോ ക്യാരറ്റും ഇതേപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ കിഴങ്ങും ക്യാരറ്റും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞത് അതുകൂടെ നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് ഇളക്കി. അപ്പോൾ തീ ഒരുപാട് ചെറിയ തീയിലാണ് ഞാൻ ഈ സവോള വാട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കിടക്കുന്ന വെള്ളമേ ആ സവോളയുടെ വെള്ളം കണ്ടോ. ഇപ്പം നമ്മളൊരു 5-8 തേങ്ങ രണ്ടാം കൊടുത്തു. അതിൻ്റെ തേങ്ങ പാലും എടുക്കാനായിട്ട് ഇത് 2ാം പാലാണ്. കുറച്ച് 2ാം പാൽ ആ പാലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. 2 പാത്രം 2ാം പാൽ. ഒരല്പം ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് നീട്ടിയെടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പെതുക്കെ ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മൾ ഈ ചെയ്യുന്നത് സ്റ്റൂ കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പറഞ്ഞ് ഇളക്കി കൊടുക്കുക. ഇത് മല്ലിപ്പൊടിയാണ്. ഒരു 250 ഗ്രാം മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മസാലപ്പൊടി, ഇത് നമ്മളെ തന്നെ മസാലപ്പൊടി കേട്ടോ. ചിക്കൻ മസാലയൊക്കെ ഇത് ഗരം മസാലയാണ്. നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമുള്ള ഒരല്പം കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് ഇളക്കി. സവോള വാട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചിക്കനും കറിക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പ് പൊടി കൂടെ വേണം, അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടില്ല ഉപ്പില്ലാത്ത കറികൾ അല്ലേ. കറിക്കൊക്കെ അത്ര പ്രധാനപ്പെട്ട ഐറ്റം ഉപ്പ് പൊടി എന്ന് പറയുന്നത്. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു. അപ്പോൾ നല്ലപോലെ ഗ്രേവി ആയതിനു ശേഷമാണ് നമ്മൾ ചിക്കനൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച ശേഷം വേണം തുറന്ന് നോക്കാൻ. എന്നിട്ട് വേണം എന്തെങ്കിലും പോരാടി കൊണ്ട് ചേർക്കാൻ. കുറച്ച് സമയമായി നല്ലൊരു തിളയ്ക്കുന്നതിൻ്റെ മണം നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചിക്കനൊക്കെ വേകുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റും കിഴങ്ങും ഒക്കെ വെന്തോളും. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാര്യം എന്തെങ്കിലും ഉപ്പോ മസാലയോ ഒക്കെ വേണോ, ആവശ്യത്തിന് വേണോ എന്നുള്ളത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ചിക്കനൊക്കെ ഒന്ന് വേകണം. നമുക്കൊരു 3/4 വേവാകുമ്പോഴത്തേക്കും ഇതൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. ചിക്കൻ നോക്കട്ടെ. ഇതാണ് ചിക്കനൊക്കെ വെന്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സ്പൂണിൻ്റെ അടുത്തേ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം
കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റോടെ ഒന്ന് ഇരിക്കട്ടെ. കാര്യം അണ്ടിപ്പരിപ്പ് പച്ചയല്ലേ, ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുകയും ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ അത്ര സമയം ഒന്ന് മൂടി വെച്ചാണ്. ഇനി തുറന്നു നോക്കാം. നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പ് നിർത്താം. അടുപ്പ് നിർത്തിയ ശേഷം ലാസ്റ്റ് 1 തേങ്ങാപ്പാൽ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരല്പം ചാറ് നീട്ടി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ പാലപ്പത്തിന് വേണ്ടിയുള്ളതാണ്. ഇപ്പം അറിയാമല്ലോ, ഇച്ചിരി ചാറ് നല്ലവരുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. കാര്യം കുറച്ച് സമയം ഇരിക്കണം. ഇരിക്കുമ്പോഴത്തേക്കാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നമ്മളിത് താത്ത് വെക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ സ്റ്റൂവിന് കടുക് പൊട്ടിക്കും തക്കാളിയൊക്കെ ചേർക്കുന്നതാണ്. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ തക്കാളി ഒഴിവാക്കും. അതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തെ രീതിയിലാണ് ഞാനീ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കാണാവുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് കടുക് പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം ഉരുളി അങ്ങോട്ട് വെക്കാം. നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടെ ഇങ്ങോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇത്തിരി കടുക് ഒത്തിട്ട് കൊടുക്കാം. ഇത്തിരി കൊച്ചുള്ളി ആയിരിക്കും അത് ഇടും. കുറച്ച് വാറ്റൽമുളക് അത് ഇടും. ഇത് കറിവേപ്പില. അപ്പോൾ താളിയിലൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഈ താളിച്ചിലൊക്കെ അപ്പോൾ താളിച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ഏതായാലും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഇളക്കി. കാര്യം ഇത് പാഴ്സലാക്കാനുള്ളതല്ലേ. ഇനി ഇത് അടച്ചു വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കണം. ഇല്ല, അപ്പുറത്തേക്ക് പാലപ്പോ ഒക്കെ വരും. ആ സമയത്ത് വേണ്ടത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കറി റെഡിയാക്കിയതിന് ശേഷം. പാലപ്പം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി ഇത് പാക്ക് ചെയ്യണ്ടേ. അപ്പോൾ പാലപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാഴ്സൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കിനി കറിയുടെ കൊടുത്തിട്ട് വേണം അത് റെഡിയാക്കാനായിട്ട്. ഇതേ പാലപ്പമൊക്കെ പിള്ളേർ പാക്ക് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നോക്കാം. ഇതിപ്പോൾ ഒരു 150 പേർക്കുള്ള കറിയാണ് കേട്ടോ. അതൊക്കെ അതായത് പാക്കറ്റ്. അപ്പോൾ നല്ല കട്ടയ്ക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ക്ലിയറാക്കി നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ആ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുക്കാം. ചാറ് കൂട്ടി ഒഴിച്ചോളാം കേട്ടോ. 4 അപ്പമാണ് പായ്ക്ക്. അപ്പോൾ ചാറില്ലെന്നും പറഞ്ഞ് കറി നല്ലപോലെ ഒഴിച്ചാൽ അത് കഴിക്കാൻ പറ്റും. മതി. ആ കവറിൻ്റെ അകത്ത് കൊള്ളുന്നത്ര കറി ഒഴിച്ചു. നല്ല പാലപ്പ. ഇതുണ്ട്. ഇച്ചിരി ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ച് ഇത് ഞങ്ങളുടെ കൊച്ചിന് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇത് എല്ലാവരുടെ കൂടി ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളൂ അല്ലേ. കറി വേഗം പാക്ക് ചെയ്ത് വിടേ. ഇപ്പം ചിക്കൻ കറി എല്ലാം പാഴ്സലാക്കി. ചെമ്പ് കാലിയായി. ഇപ്പം 3 കാർഡ്ബോർഡിനകത്ത് പാഴ്സലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം. കാര്യം പുറപ്പിയിട്ടുള്ളതല്ലേ. അപ്പോൾ സാധനം കളയാതെ പെട്ടെന്ന് തന്നെ ഇത് വണ്ടി കയറ്റിവിടാം. ഇപ്പോൾ ചെറിയ അളവിലൊക്കെ സ്റ്റൂ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുമല്ലോ. നിങ്ങൾക്ക് അതുപോലെ ഞാൻ ചെയ്ത പോലെ തന്നെ
അതിൻ്റെ കുറച്ച് വിധം എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ സ്റ്റൂ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.